ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് പോകുന്ന ഒരു ചരിത്ര സംഭവത്തിനെ കുറിച്ചാണ് ഈ പാട്ടിലൂടെ പറയുന്നത്. എന്ത് ഭംഗിയായിട്ടാ പാടുന്നത് അല്ലേ? മക്കയിലുള്ള എല്ലാവരെയും നബിയെയും കൂട്ടാളികളെയും കൂട്ടത്തോടെ ആക്രമിക്കുകയും സാമ്പത്തികമായും സാമൂഹികമായും ഒറ്റപ്പെടുത്തിയപ്പോൾ പരമസത്യമായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവർ നാടുവിടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി മദീനയിലേക്ക് എത്തി. ഹക്കാനക്കോൺ എന്ന് പറഞ്ഞാൽ പരമസത്യമായ ദൈവം, അമറാൽ എന്ന് പറഞ്ഞാൽ കൽപ്പന പ്രകാരം. പരിഭ്രമം, പ്രതാപത്താൽ മാസം. ഈരാറത്ര 12 മാസത്തോളം കാലം പ്രതാപത്തോടെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇവർ മദീനയിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ജ്ഞാനികൾ പോലും സ്തുതിക്കുന്നവർ, ഇത് റസൂലിനെയാണ് പറയുന്നത്. ഇതുപോലുള്ള മികച്ച വാക്കുകൾ ഉപയോഗിച്ച് മോയിൻകുട്ടി വൈദ്യർ റസൂലിനെ പാട്ടിലുടനീളം മെൻഷൻ. നബിയും പ്രമുഖരായിട്ടുള്ള സ്വഹാബാക്കളും കൂട്ടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു രഹസ്യ ദൂതൻ വന്നിട്ട് നബിയോട് പറയാണ്, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള കച്ചവട ചരക്കുമായിട്ട് 70 ആളുകളുള്ള സംഘം മക്കയിൽ നിന്ന് ഷാമിലേക്ക് ഇറങ്ങി. ഇതിൽ 70 എന്ന് അബ്ജദ് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അക്ഷരമാലകളെ നമ്പറുകളാക്കുന്ന ഒരു രീതിയാണത്. ലാം എന്ന് പറഞ്ഞാൽ 30, മീം എന്ന് പറഞ്ഞാൽ 40. ഇതുപോലത്തെ ഒരുപാട് രചനാസൂത്രങ്ങൾ മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ നമുക്ക് കാണാം. മക്കയിൽ അത് വരുമ്പോൾ സുമയായി അല്ല കേട്ടോ, ചുമയായി എന്നാണ്, ചുമടായി എന്നാണ് അർത്ഥം വരുന്നത്. മക്കയിൽ നിന്ന് വരുമ്പോൾ ഇവരുടെ എല്ലാ സമ്പത്തും ഏക്കർ കണക്കിനുള്ള ഈന്തപ്പന തോട്ടങ്ങളും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവരതെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് ആ സമ്പത്ത് കൊണ്ടാണ് കച്ചവടത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇതെല്ലാം വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് മദീനയിലുള്ള നബിയോടും സഹാബാക്കളോടും യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്ലാൻ. അവരിപ്പോൾ ബദർ താഴ്വരയിലേക്ക് എത്തുന്നതാണ് ഈ ഒരു CID രഹസ്യദൂതം വന്നിട്ട് നബിയോട് പറയുന്നത്. മക്കയിൽ ഇവരുടെ അക്രമങ്ങൾ സഹിക്കാതെയാണ് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മദീനയിലേക്ക് എത്തിയത്. എത്ര തന്നെ ദ്രോഹങ്ങൾ അവിടെ സഹിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ തന്നെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട്, അതുകൊണ്ട് നമ്മളെ തന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ബദർ താഴ്വരയിലേക്ക് നബിയും സഹാബാക്കളും കൂടിയിട്ട് നടക്കുകയാണ്. ഇവർ വരുന്ന വിവരം അബൂ സുഫിയാൻ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നരിയെ കണ്ട വേട്ടമൃഗത്തിനെ പോലെ നമ്മൾ കൊള്ളയടിച്ച എല്ലാ സമ്പത്തും ഇതിൻ്റെ ഉടമസ്ഥർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച് ഇവർ ബദറിലേക്ക് പോകാതെ വേറൊരു വഴിയിലൂടെ ഷാമിലേക്ക് പോയി. അന്ന് ലൈവ് ലൊക്കേഷനും മൊബൈൽ ഫോൺ ട്രാക്കിങ്ങും ഒന്നുമില്ല. പക്ഷെ എന്നാലും നബി ഈ വിവരം അറിഞ്ഞു. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒഴിവായിട്ടുണ്ട്, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് മദീനയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നടന്ന സംഭവങ്ങളെല്ലാം മറ്റൊരു ബദർ പാട്ടിലൂടെ പറഞ്ഞു തരാം.